KTM അഡ്വഞ്ചർ 250 ഓടിച്ചിട്ട് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ക്ലാസ്സിലെ വളരെ ലൈറ്റ് വെയിറ്റ് ഫീൽ തരുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. വെയിറ്റ് ഫീൽ മാത്രമല്ല ലൈറ്റ് വെയിറ്റ് കൂടിയാണ്. 176 കിലോഗ്രാം മാത്രമേ ഇതിൻ്റെ കർവ് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് ആണെങ്കിലും സിറ്റിയിലാണെങ്കിലും ഹൈവേ ടൂറിങ്ങിലാണെങ്കിലും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. ഇതിലിരിക്കുന്ന 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ഒരു രക്ഷയുമില്ല. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആൻഡ് നീറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാനും ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. ഈ ഒരു വിൻഷീൽഡ് KTM നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് വരുന്ന ആൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. നമുക്ക് വാഹനം ഹൈവേയിൽ നല്ല സ്പീഡിൽ ഓടിക്കുന്ന സമയത്തേക്ക് നെഞ്ചത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കോ ഒന്നും തന്നെ കാറ്റടിക്കില്ല. എൻ്റെ ഈ ഒരു പുരികത്തിന് മുകളിലേക്ക് മാത്രമാണ് ഇതിന് കാറ്റടിക്കുന്നത്. അതും ഹെൽമെറ്റിൻ്റെ വൈസർ ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് നല്ല സ്പീഡിൽ നമുക്ക് ഹൈവേയിൽ ക്രോസ് ചെയ്യാം. 228 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഒബ്സ്റ്റക്കിൾസിൻ്റെ മേലെ കൂടെ വളരെ കംഫർട്ടബിളായിട്ടും ഈസി ആയിട്ടും കയറി പോകാൻ സാധിക്കുന്നതാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടി കുറയുന്ന പോലെയുള്ള പ്രശ്നം നമ്മൾ വരുന്നുള്ളൂ. അടുത്തതാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ KTM 249cc എഞ്ചിൻ. 30 PS പവറും 25 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. SOS എഞ്ചിനാണ്. പക്ഷേ ഇത് ഭയങ്കര രസമാണ് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട്. നമുക്കങ്ങനെ ലോവർ എൻഡിൽ വലിയ എൻഗേജ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ റവ് ഔട്ട് ചെയ്ത് ഓടിക്കാനും വേണ്ടി നല്ല സുഖമാണ്. 100-110 തന്നെ കംഫർട്ടബിളായിട്ട് നമുക്കിതിൽ ക്രൂസ് ചെയ്യാനും സാധിക്കും. ആവറേജ് ഒരു 30-32 കിലോമീറ്റർ മൈലേജ് ചെയ്ത് നമ്മൾ മര്യാദയ്ക്കൊക്കെ ഓടിച്ചാൽ തരും. ഹീറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യമേ ഈ ഒരു എഞ്ചിനില്ല. പക്ഷേ കുറച്ച് വൈബ്രേഷൻ ഇഷ്യൂസും ഹാർഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ 390 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ള എഞ്ചിനാണ്. അടുത്തത് ഇതിൻ്റെ ഒരു ഓവറോൾ ബാലൻസ് ആണ്. സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ തന്നെ അടിപൊളിയാണ്. കോർണേഴ്സിൽ നമ്മളെ പിടിക്കുന്ന ലൈനിൽ കൂടെ തന്നെ വണ്ടി നിൽക്കും. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിലും കോർണറിങ് ടൈമിലാണെന്നുണ്ടെങ്കിലും വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഓഫ് റോഡിലാണെങ്കിലും നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഹാർഡായിട്ട് പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്തൊക്കെ തന്നെ നല്ല സ്റ്റെബിലിറ്റിയും കോൺഫിഡൻസും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കുട്ടി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് ഈ കാണുന്ന 250 അഡ്വഞ്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3,12,000 റുപ്പീസാണ്. സോ RTX കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം.